സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിങ്ങൾ അങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ആ മുന്നണി ഉണ്ടാക്കി വാ. ഞങ്ങൾ തന്റെടത്തോടെ തയ്യാറാണ് അതിനെ മറികടക്കാൻ. അങ്ങനെ ഒരു വർത്തമാനം എവിടെ കേൾക്കുന്നുണ്ട്? തൃപ്പൂണിത്തുറയിലും തിരുവനന്തപുരത്തും ഒക്കെ BJP ഒരു കാരണവശാലും ഭരിക്കാൻ അനുവദിക്കാതിരിക്കാൻ ഇവർ മതനിരപേക്ഷതയുടെ പേരിൽ എങ്ങാനും അവസരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്ത് ഫലമുണ്ടാക്കുന്നു? അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്ന കേരളത്തിലേക്ക് ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിൻ്റെ റിസൾട്ട് ഒരു ചെറിയ ഒരു ഹമ്പ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് അത്ര എളുപ്പത്തിൽ UDF വിചാരിക്കുന്നത് പോലെ LDFന് മറികടക്കാൻ പറ്റാത്തൊരു ബമ്പായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ലാലേ, നമ്മൾ ഒക്കെയുള്ള പല ചർച്ചകളിലും അതിലൊക്കെ ശ്രീകുമാറും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ഏറെക്കുറെ തുല്യരായ രണ്ട് ശക്തികൾ, രണ്ട് ചേരികൾ പരസ്പരം പോരടിക്കുന്ന രാഷ്ട്രീയ ചിത്രമാണുള്ളത്. അവിടെ മൂന്നാമത് ഒരു ചേരി കടന്നു വരുന്നു. അത് കുറച്ചു കാലമായിട്ട് നിൽക്കുന്നുണ്ട്. അവർ പതുക്കെ പിടിമുറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് BJP മുന്നണിയാണ്, NDA. അത് ഇത്തവണ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു സിമ്പൽ എന്ന് തന്നെ പറയാം. അനന്ത പത്മനാഭൻ്റെ നഗരമാണ്, പട്ടണമാണിത്. ഇവിടെ അവർക്ക് ഒരു കാലുറപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 50 സീറ്റ്, ഒരു സീറ്റോ 2 സീറ്റോ ഒക്കെ അവർക്ക് BJP അല്ലേ, അവർക്കൊന്നും വിചാരിച്ചാൽ അങ്ങനെ അത്ര പ്രയാസമൊന്നുമുള്ള കാര്യമല്ല ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ തന്നെ ഭരിക്കും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അത് ആണ് ഇപ്പോഴത്തെ ചിത്രം. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, കേരളം രണ്ട് മുന്നണികൾ പരസ്പരം പോരടിക്കുന്ന, മുഖത്തോട് മുഖം നോക്കിക്കുന്ന ഇവിടെ ഇന്ത്യ മുന്നണിയൊന്നും ഒരു പ്രസക്തമല്ല. ആരും പറയുന്നു പോലുമില്ല ഇന്ത്യ മുന്നണി എന്ന്. സൗകര്യപൂർവ്വം ആയിരിക്കാം. പക്ഷേ ആ രണ്ട് ശക്തികൾ ഇവിടെ പോരടിക്കുമ്പോൾ BJPക്ക് ഒരു സ്പേസ് ഉണ്ടായി എന്നുള്ളതാണ് അത്ഭുതം. അത് അവർ കടന്നുകൂടിയതാണ്. ആരുടെ വീഴ്ചയാണെന്നുള്ളത് രണ്ട് പാർട്ടികളും സമ്മതിക്കട്ടെ, രണ്ട് പാർട്ടികളും പഠിക്കട്ടെ. രണ്ട് പാർട്ടികളും രണ്ട് മുന്നണികളും പഠിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് 5 വർഷം നഗരസഭ ഭരിച്ച CPM ശരിക്കും വിലയിരുത്തേണ്ട കാര്യമാണ് എങ്ങനെ അവരുടെ സീറ്റുകൾ കുറഞ്ഞു എന്നുള്ളത്. അതിൻ്റെ വഴിക്ക് പോട്ടെ. ഞാൻ പറയുന്നത് ഞാൻ വേറെ കാര്യമാണ് പറയുന്നത്, അത് ഞാൻ വിട്ടു. ഞാൻ പറയാൻ പോകുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ്. അതാണല്ലോ ലാൽ എന്നോട് ചോദിച്ചത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇതുമായിട്ട് ഇതിൻ്റെ തുടർച്ചയായിരിക്കുമെന്നൊന്നും ഞാൻ കാണുന്നില്ല. ഇവിടെ ഞാൻ ഒരു ഉദാഹരണം പറയാം. കേരളം ഭരിക്കുന്നത് 2ാം തവണയും ഭരിക്കാൻ ജനങ്ങൾ സമ്മതം കൊടുത്ത, ജനങ്ങൾ അനുവദിച്ച, ഭരണം ജനങ്ങൾ കൈവെള്ളയിൽ വെച്ച് കൊടുത്ത സാക്ഷാൽ പിണറായി വിജയനാണ്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവായിട്ടാണ്. അദ്ദേഹം ആണ് ഇനി ഇപ്പോഴും വരാൻ പോകുന്ന ഭരണത്തിലും നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. വരാൻ പോകുന്ന ഭരണത്തിലെന്ന് ഞാൻ പറയുന്നില്ല, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നേതൃത്വം കൊടുക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഇത്തവണ വയനാട് എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആത്മഹത്യയൊക്കെ ഉണ്ടായി. എന്നിട്ടും വയനാട്ടിൽ കോൺഗ്രസ് നേടി. ഞാനൊന്ന് പറയട്ടെ ലാലേ, എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ്. അവിടെ ചൂരൽമല അതേപോലെയൊരു വലിയ ദുരന്തം ഉണ്ടായല്ലോ, പ്രളയ ദുരന്തം, ഒരു ഉരുൾപൊട്ടൽ, ഭയങ്കരമായ നാടിനെ, രാജ്യത്തെ, ലോകത്തെ നടുക്കിയ ഒരു ദുരന്തം. എത്രയോ വീടുകൾ തകർന്നു, എത്രയോ കുടുംബങ്ങൾ തകർന്നു, എത്രയോ ജീവനുകൾ പോയി. ആ ദുരന്തത്തിനെ സഹായിക്കാൻ, ആ ദുരന്തബാധിതരെ സഹായിക്കാൻ കൈനീട്ടി എത്തിയത് ആരാ? കേരളത്തിൻ്റെ പിണറായി സർക്കാരല്ലേ? അവർ മാത്രമല്ലേ, അവരല്ലേ പ്രധാനമായിട്ടും അവർ വീട് വെച്ച് നൽകിയത്. ആ വീട് വെച്ച് നൽകിയത് ഊരാളുങ്കൽ എന്ന, അത് ഇടതുപക്ഷത്തിനോട് താല്പര്യമുള്ള, ഇടതുപക്ഷമായിട്ട് ബന്ധമുള്ളവരായിരിക്കാം. പക്ഷേ അവർ ഇന്ത്യയിലെ റോഡ് നിർമ്മിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമ്മതി പത്രം മേടിച്ചിട്ടുള്ളവരാണ് ഊരാളുങ്കൽ ULCC എന്ന് പറയുന്നത്. അവരുടെ പണി പെർഫെക്റ്റാണ്. അവരൊരു വീട് വെച്ചാൽ, അവർ റോഡ് പണിതാൽ അങ്ങേയറ്റം പെർഫെക്റ്റാണ്. അതിനകത്ത് അവരുടെ വീടൊന്നും ഞാൻ അന്വേഷിച്ചു. ഈയിടെ നമ്മുടെ ഹൈവേകളൊക്കെ പോയല്ലോ, ഊരാളുങ്കലിൻ്റെ വല്ല റോഡും പോയോ നോക്കി, ഇല്ല. ഊരാളുങ്കലിൽ ഒറ്റ റോഡും പോയിട്ടില്ല ലാലേ. അതാണ് ഊരാളുങ്കൽ. അത്രയ്ക്ക് വിശ്വാസ്യത അവർക്കുണ്ട്. അവർ പണിത വീടാണ്.
ഒരു ഭൂകമ്പത്തിലും ഒരു ഉരുൾപൊട്ടലിലും തകർന്നു പോകാത്തത്ര ശക്തിയുള്ള കരുത്തുള്ള വീടുകൾ, അതിമനോഹരമായ വീടുകൾ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. കേന്ദ്രം എന്താണ് സഹായിച്ചത്? കേന്ദ്രം അവരുടെ വായ്പ എഴുതി തള്ളാൻ പോലും തയ്യാറായോ? എന്നിട്ടും ഞാൻ പറഞ്ഞു വരുന്നതില്ലാലേ, എന്നിട്ടും വയനാട് ജില്ലയിൽ കോൺഗ്രസ് മുന്നേറി. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ എന്താണ് ഗവൺമെൻറ് ചെയ്യുന്ന വികസന പദ്ധതികളുടെ നേട്ടം കൊയ്യുന്ന ആൾക്കാരുടെ രീതി എന്താണ് എന്ന് നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? അതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു മറുവശം. അതേക്കുറിച്ച് ജനങ്ങൾ തന്നെ ഒരു ബോധവാന്മാരാവണം. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ, കാരണം ജനങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകരാണല്ലോ, അവരത് പഠിക്കണം. കാരണം അവരെ നാളെ ബാധിക്കുന്ന പ്രശ്നമാണ്.